തലസ്ഥാന നഗരി ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. ചരിത്രത്തിലാദ്യമായി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഹൗസ്ഫുൾ ബോർഡ് തൂക്കിയിരിക്കുന്നു. ജനുവരി 31 നടക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് 5ാം T20 മത്സരത്തിനുള്ള ടിക്കറ്റുകൾ വിൽപ്പന തുടങ്ങി 24 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും വിറ്റുതീർന്നു. 30,000-ത്തിലധികം ടിക്കറ്റുകളാണ് ചൂടപ്പം പോലെ വിറ്റുപോയത്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ ടിക്കറ്റ് വിൽപ്പനയാണിത്. ഈ അഭൂതപൂർവമായ ജനപങ്കാളിത്തത്തിന് പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന T20 ലോകകപ്പിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസാന മത്സരം. 2, എല്ലാത്തിനുമുപരിയായി സ്വന്തം തട്ടകത്തിൽ ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കാനിറങ്ങുന്ന മലയാളികളുടെ പ്രിയങ്കരൻ സഞ്ജു സാംസൺ. സഞ്ജു എന്ന വികാരം. ഇത്തവണ ക്രിക്കറ്റ് വിൽപ്പന റെക്കോർഡുകൾ ഭേദിക്കാൻ ഒറ്റ കാരണമേയുള്ളൂ, അത് സഞ്ജു സാംസണാണ്. ഇതിനു മുമ്പ് കാര്യവട്ടത്ത് നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ കുപ്പായത്തിൽ സഞ്ജു ഇവിടെ കളിക്കുന്നത് കാണാൻ സാധിച്ചിരുന്നില്ല. പലപ്പോഴും സ്ക്വാഡിലുണ്ടെങ്കിലും പ്ലേയിങ് 11-ൽ സ്ഥാനം ലഭിക്കാതെ ബെഞ്ചിലിരിക്കാനായിരുന്നു സഞ്ജുവിന്റെ വിധി. എന്നാൽ ഇത്തവണ കഥ മാറി. ടീമിലെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറായി സഞ്ജു മാറിയിരിക്കുന്നു. സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ സ്വന്തം ഗ്രൗണ്ടിൽ സഞ്ജു ബാറ്റ് വീശുന്നത് കാണാൻ കാത്തിരുന്ന ആയിരക്കണക്കിന് ആരാധകരാണ് ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റിലേക്ക് ഇരച്ചു കയറിയത്. ബുക്കിംഗ് ആരംഭിച്ച് 12 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ 80% ടിക്കറ്റുകളും വിറ്റുതീർന്നിരുന്നു. സഞ്ജുവിന്റെ ഓരോ റണ്ണിനും ഓരോ സിക്സറിനും ഇത്തവണ ഗ്യാലറിയിൽ നിന്ന് ഉയരുന്ന ആരവം മറ്റൊന്നായിരിക്കും. ടിക്കറ്റ് വിൽപ്പന ഇത്ര വേഗത്തിൽ തീരാൻ മറ്റൊരു പ്രധാന കാരണം കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രശംസനീയമായ തീരുമാനമാണ്. സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കും താങ്ങാവുന്ന നിരക്കിലാണ് ഇത്തവണ ടിക്കറ്റുകൾ ക്രമീകരിച്ചത്. വിദ്യാർത്ഥികൾക്ക് വെറും 250 രൂപ, അപ്പർ ടയർ 500 രൂപ, ലോവർ ടയർ 1200 രൂപ. കഴിഞ്ഞ തവണത്തെ അമിത ടിക്കറ്റ് നിരക്കിനെതിരെ വലിയ വിമർശനമുയർന്നിരുന്നു. ഒഴിഞ്ഞ ഗ്യാലറികൾ പലപ്പോഴും ചർച്ചയായിരുന്നു. ആ പാഠം ഉൾക്കൊണ്ടാണ് ഇത്തവണ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ നൽകാൻ KCA തീരുമാനിച്ചത്. ഫലം ഗ്യാലറി നിറഞ്ഞു കവിയുമെന്നുറപ്പായി. ലോകകപ്പിന് മുമ്പുള്ള ഫൈനൽ. പരമ്പരയിലെ അവസാന മത്സരം എന്നതിലുപരി വരാനിരിക്കുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യയുടെ അവസാനവട്ട പരീക്ഷണശാല കൂടിയാണ് കാര്യവട്ടം. ഈ മത്സരത്തിന് ശേഷം ടീം നേരെ ലോകകപ്പ് വേദികളിലേക്ക് തിരിക്കും. അതിനാൽ ലോകകപ്പ് സ്ക്വാഡിലെ തങ്ങളുടെ സ്ഥാനമുറപ്പിക്കാൻ താരങ്ങൾ ജീവൻ മരണ പോരാട്ടം നടത്തും. സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള യുവനിര കിവീസിനെതിരെ പരമ്പര വിജയം ആഘോഷിക്കാനാണ് തിരുവനന്തപുരത്തെത്തുന്നത്. ജാഗ്രത, വ്യാജ ടിക്കറ്റുകൾ വിലസുന്നു. ഔദ്യോഗികമായി ടിക്കറ്റുകൾ വിറ്റുതീർന്നതോടെ ഇതിനെ മുതലെടുക്കാൻ തട്ടിപ്പ് സംഘങ്ങളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും സോഷ്യൽ മീഡിയ വഴിയും വ്യാജ ടിക്കറ്റുകൾ വിൽക്കുന്നതായും ടിക്കറ്റുകൾ ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിൽക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇക്കാര്യത്തിൽ ആരാധകർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. വ്യാജ ടിക്കറ്റുകൾ ഉപയോഗിച്ച് ആർക്കും സ്റ്റേഡിയത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഔദ്യോഗിക പ്ലാറ്റ്ഫോമിലൂടെയല്ലാതെ ടിക്കറ്റ് വാങ്ങരുത്. ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും, KCA അധികൃതർ അറിയിച്ചു. ഇതിനായി പോലീസിന്റെ സൈബർ വിങ്ങിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും സഹായം തേടിയിട്ടുണ്ട്. സ്റ്റേഡിയം പരിസരത്തും നിരീക്ഷണം ശക്തമാക്കും. ആവേശ പോരാട്ടത്തിന് കാത്തിരിക്കാം. ജനുവരി 31 കാര്യവട്ടം ഒരു നീലക്കടലായി മാറും. സഞ്ജു സാംസൺ എന്ന ലോക്കൽ ബോയ് ഗ്യാലറിയിലേക്ക് പന്തടിച്ചു കൂട്ടുന്നത് കാണാൻ ഇന്ത്യയുടെ വിജയം ആഘോഷിക്കാൻ തിരുവനന്തപുരം തയ്യാറെടുത്തു കഴിഞ്ഞു. കാലാവസ്ഥയും അനുകൂലമാണെങ്കിൽ മറക്കാനാവാത്ത ഒരു ക്രിക്കറ്റ് വിരുന്നാകും ഗ്രീൻഫീൽഡ് സമ്മാനിക്കുക.